പോലീസ് ഓഫീസറായ ജെയ്ക്ക് തന്റെ ഭാര്യ പ്രാങ്ങിനും മകൾ ലൂവിനുമൊപ്പം ബാങ്കോക്കിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തുന്നു. എന്നാൽ ജോലിയിൽ മുഴുകിയ ജെയ്ക്ക് കാരണം പ്രാങ്ങുമായി കലഹം പതിവായിരുന്നു. അവരുടെ യാത്രക്കിടയിൽ ഒരു ഷോപ്പിംഗ് മാളിൽ വെടിവെപ്പ് നടക്കുന്നു. ജെയ്ക്ക് അക്രമിയായ മേക്കിനെ നേരിടുന്നതിനിടെ മേക്ക് അവനെ കീപ്പർ എന്ന് വിളിച്ച് ഒരു ബോംബ് പൊട്ടിച്ച് ഇരുവരും മരിക്കുന്നു. മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള ദി ഹിൻഡ്രൻസ് എന്ന ലോകത്ത് ഉണർന്ന ജെയ്ക്കിനെ ചാൻ എന്ന സന്യാസി കണ്ടുമുട്ടുന്നു. നരകത്തിന്റെ കവാടം തുറക്കുന്ന ചടങ്ങിന്റെ ഭാഗമായാണ് ജെയ്ക്കിനെ കൊന്നതെന്നും അന്ത്യനാളിനെ തടയാനുള്ള രക്ഷകനായ കീപ്പറാണ് ജെയ്ക്കെന്നും ചാൻ വെളിപ്പെടുത്തി. അതേസമയം ബാങ്കോക്ക് നഗരം പ്രേതബാധയേറ്റ ആളുകളാൽ നിറഞ്ഞു. മേക്ക് ജെയ്ക്കിന്റെ ശരീരം സ്വന്തമാക്കി പ്രാങ്ങിനെയും ലൂവിനെയും പിന്തുടർന്നു. ചാൻ നൽകിയ വിശുദ്ധ ആയുധങ്ങളുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ ജെയ്ക്ക് ഭൂമിയിലേക്ക് തിരികെ വന്നു. ജെയ്ക്ക് മേക്കിനെ നേരിട്ടെങ്കിലും പുതിയ രൂപത്തിൽ വന്ന ജെയ്ക്കിനെ ശത്രുവായി തെറ്റിദ്ധരിച്ച് പ്രാങ് അവനെ വെടിവെച്ചു. ജെയ്ക്ക് വീണ്ടും ഹിൻഡ്രൻസിലേക്ക് പോവുകയും അവിടെ ചാൻ അവനെ സുഖപ്പെടുത്തി അവസാന പോരാട്ടത്തിനായി സജ്ജനാക്കുകയും ചെയ്തു. മേക്ക് ഉപേക്ഷിച്ചുപോയ ഭൂപടം പിന്തുടർന്ന് ജെയ്ക്കും ചാനും നരകത്തിന്റെ കവാടത്തിലെത്തുന്നു. കവാടം പൂർണ്ണമായി തുറക്കാൻ മേക്ക് ലൂവിനെ ബലി നൽകാൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. ഉഗ്രമായ പോരാട്ടത്തിനൊടുവിൽ ജെയ്ക്ക് മേക്കിനെ കൊന്നു അവന്റെ ആത്മാവിനെ നശിപ്പിച്ചു. ഈ ചടങ്ങിന്റെ സൂത്രധാരനായ വിച്ചിയനെ ലൂവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ പ്രാങ് വെടിവെച്ചു. കവാടമടയ്ക്കണമെങ്കിൽ ജെയ്ക്ക് അതിലേക്ക് പ്രവേശിക്കണമെന്ന് വിച്ചിയൻ മുന്നറിയിപ്പ് നൽകി. തന്റെ വിധി അംഗീകരിച്ച് ജെയ്ക്ക് ഭാര്യയോടും മകളോടും വിടപറഞ്ഞ് ആ കവാടത്തിലേക്ക് കടന്നു നരകത്തിന്റെ വാതിൽ എന്നേക്കുമായി അടച്ചു. രക്ഷപ്പെട്ട പ്രാങ്ങും ലൂവും സുരക്ഷിതരായി അമ്മയുടെ അടുത്തെത്തിയെങ്കിലും അടച്ച കവാടത്തിനടുത്ത് ഒരു ദുരൂഹയായ സ്ത്രീ എത്തുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന സൂചനയോടെ കഥ ഇവിടെ അവസാനിച്ചു.